ഹരേ കൃഷ്ണ. നാളെ ചിങ്ങമാസത്തിൽ ആയില്യമാണ്. അതുകൊണ്ട് നമുക്ക് അത് സംബന്ധമായിട്ടുള്ള ഒരു കഥ നോക്കാം. മണ്ണാർശാല മഹാത്മ്യം. ഞാൻ ഇന്നലെ ശിശുപാലമോക്ഷം, ഭഗവാൻ ശിശുപാലനെ വധിച്ച ആ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേൾക്കാത്തവരെല്ലാവരും അത് കേൾക്കണം. വളരെ പ്രത്യേകതയുള്ള ഒരു കഥയാണ്. അങ്ങനെ ഭഗവാൻ ശിശുപാലനെ എന്തിനാണ് വധിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. വളരെ പുണ്യമാണ് ആ കഥ കേൾക്കുന്നത്. അതുപോലെ മറ്റൊരു കഥ ഇന്ന് ഞാൻ ഇട്ടിരുന്നു ഉച്ചയ്ക്ക്. അത് നമ്മളെല്ലാവരും സ്ഥിരമായി ഇപ്പോൾ കേൾക്കുന്ന ഒരു ഭഗവാനാണ്. ആവണങ്ങാട്ട് കളരി വിഷ്ണുമായ ക്ഷേത്രം ചാത്തന്മാർ. എങ്ങനെയാണ് ആവണങ്ങാട്ട് കളരിയിൽ ഈ ചാത്തന്മാരെത്തിയത്, എന്താണ് അതിൻ്റെ പ്രത്യേകത, എങ്ങനെയാണ് അവരുടെ ഉപാസനാമൂർത്തി ചാത്തന്മാരായത്, ആരാണ് ചാത്തന്മാർ, ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ആ കഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കഥകളും നിർബന്ധമായും എല്ലാവരും കേൾക്കണം. ഇനി നമുക്ക് നാളത്തെ ദിവസത്തെ പ്രത്യേകത ആയില്യം, അത് പ്രമാണിച്ച് മണ്ണാർശാല മഹാത്മ്യം പറയാം. നമുക്കറിയാം, കേരള ഭൂമി സൃഷ്ടിച്ചത് ആരാണെന്നാണ് വിശ്വസിക്കുന്നത്? പരശുരാമനാണെന്നാണ് വിശ്വസിക്കുന്നത്. പരശുരാമൻ മറ്റു ദേശങ്ങളിൽ നിന്നൊക്കെ ബ്രാഹ്മണരെ കേരളത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച കാലത്ത് ഇവിടെ സർവത്ര സർപ്പങ്ങളുടെ ഉപദ്രവമായിരുന്നു. എന്നു മാത്രമല്ല, വെള്ളമൊട്ടും നല്ലതല്ലായിരുന്നു. ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് പോലെ, അതുപോലെ വളരെ കട്ടിയുള്ള ഉപ്പ് നിറഞ്ഞ വെള്ളമൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ താമസിക്കുന്ന കാര്യം വളരെ പ്രയാസമാണ് എന്ന് തോന്നിയതിനാൽ ഈ പരദേശങ്ങളിൽ നിന്ന് വന്ന ബ്രാഹ്മണന്മാരെല്ലാവരും തന്നെ അവരുടെ ദേശത്തേക്ക് തിരികെ പോയി. അങ്ങനെയായപ്പോൾ പരശുരാമൻ വലിയ വിഷണ്ണനായി തീർന്നു. പിന്നെ അദ്ദേഹം കൈലാസത്തിൽ ചെന്നിട്ട് സർവജ്ഞനും സർപ്പഭൂഷണനും തൻ്റെ ഗുരുനാഥനുമായ ശ്രീ പരമേശ്വരനെ കണ്ട് ഈ വിവരങ്ങളെല്ലാം അറിയിച്ചു. ശിഷ്യവത്സലനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ സർപ്പരാജാവായ വാസുകിയെ പ്രസാദിപ്പിച്ചുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെ പരശുരാമൻ വീണ്ടും കേരളത്തിൽ വന്ന് വാസുകിയെ തപസ്സു ചെയ്തു. പരശുരാമൻ്റെ തപസ് അതികഠിനമായിരുന്നു. അതുകൊണ്ട് വാസുകിക്ക് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വാസുകി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് അങ്ങ് ഈ ഘോര തപസ് ചെയ്യുന്നത്? വാസുകി ഇങ്ങനെ ചോദിച്ചത് കേട്ടപ്പോൾ പരശുരാമൻ പറഞ്ഞു, അല്ലയോ സർപ്പകുലാധിപതി, ഈ കേരള ഭൂമിയിൽ ഭവാന്റെ വംശത്തിൽപ്പെട്ട സർപ്പങ്ങളുടെ സർവത്രമായ സഞ്ചാരം കൊണ്ട് ഇവിടെയുള്ള വെള്ളമെല്ലാം ലവണരസപൂരിതമായിരിക്കുന്നു. അതിനാൽ ഈ പ്രദേശത്ത് മനുഷ്യർക്ക് താമസിക്കാൻ നിവൃത്തിയില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഈ രണ്ട് സംഗതികൾക്കും പരിഹാരമുണ്ടാക്കി ഈ ഭൂമി മനുഷ്യവാസയോഗ്യമാക്കി തരണം. ഇതാണ് എൻ്റെ അപേക്ഷ. ഇതുകേട്ട് വാസുകി പറഞ്ഞു, ഭവാന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കും. ഈ കേരള ഭൂമിയിലുള്ള വെള്ളത്തിൽ കലർന്നിരിക്കുന്ന ലവണ രസമെല്ലാം ഞാൻ ആകർഷിച്ച് സമുദ്രത്തിലും അതോട് ചേർന്നിട്ടുള്ള ജലാശയങ്ങളിലുമാക്കാം. സർപ്പങ്ങൾ മിക്കവയും ഭവാൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന ഈ വനപ്രദേശത്ത് വന്ന് മനുഷ്യർക്ക് ഉപദ്രവം ചെയ്യാതെ താമസിച്ചു കൊള്ളുന്നതിനും അല്ലാത്ത പക്ഷം ഭൂദ്വാരങ്ങളിലിരുന്ന് ജീവിച്ചുകൊള്ളാൻ ചട്ടം കെട്ടുകയും ചെയ്യാം. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ അവരുടെ വാസഗൃഹങ്ങളുടെ സമീപത്ത് ഓരോ കാവിൻ കൂട്ടങ്ങൾ ഉണ്ടാക്കി അതാത് സ്ഥലങ്ങളിലുള്ള സർപ്പങ്ങളെ ആ കാവിൽ കുടിയിരുത്തുകയും തങ്ങളുടെ കുലദൈവങ്ങളെന്ന് കരുതി അവരെ ആദരിക്കുകയും ആചരിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ വളരെ വളരെ സമ്പത്തും സന്തതിയും എല്ലാ ഐശ്വര്യങ്ങളും അവർ കൊടുക്കും. അഥവാ അവർ കോപിച്ചാൽ സകല വിധത്തിലുള്ള അനർത്ഥങ്ങളും ആപത്തുകളും ഉണ്ടാക്കുന്നതിനുള്ള
ശക്തിയുള്ളവരാണ് അവരെന്നും ഭവാൻ ഇവിടെ താമസിക്കുന്ന ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം. ഇപ്രകാരം ചെയ്താൽ ഈ പ്രദേശം മനുഷ്യവാസ യോഗ്യമായി തീരും. ഇപ്രകാരം വാസുകി പറഞ്ഞതിനെ കേട്ട് അപ്രകാരമെല്ലാം ചെയ്തു കൊള്ളാമെന്ന് പരശുരാമൻ സമ്മതിച്ചു. ഇങ്ങനെ അവർ തമ്മിൽ പറഞ്ഞ് സമ്മതിച്ചതിനു ശേഷം പരശുരാമൻ പിന്നെയും പരദേശങ്ങളിൽ പോയി ബ്രാഹ്മണരെയും മറ്റും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അപ്പോഴേക്കും ഇവിടെ വെള്ളത്തിനുണ്ടായിരുന്ന ലവണരസം മാറി സർവത്ര ശുദ്ധജലം കാണപ്പെട്ടു. സർപ്പങ്ങൾ മിക്കവയും പരശുരാമൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന വനത്തിൽ താമസവുമായി. ശേഷമുണ്ടായിരുന്നവ ഭൂദ്വാരങ്ങളിൽ താമസിക്കാനും തുടങ്ങി. അതിനാൽ പരദേശങ്ങളിൽ നിന്ന് വന്നവരാരും മടങ്ങിപ്പോകാതെ കേരളത്തിൽ തന്നെ ഗൃഹങ്ങളുണ്ടാക്കി താമസിക്കാൻ തുടങ്ങി. പരശുരാമൻ്റെ ആജ്ഞപ്രകാരം എല്ലാവരും 1, 2 അതിലധികവും കാവുകൾ ഉണ്ടാക്കി അവിടെയെല്ലാം സർപ്പങ്ങളെ കുടിയിരുത്തി പൂജയും മറ്റും നടത്തി തുടങ്ങുകയും ചെയ്തു. അനന്തരം പരശുരാമൻ താൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തു ചെന്ന് അവിടെ നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിക്കുകയും പരിവാരങ്ങളായ മറ്റനേകം സർപ്പങ്ങളെ കുടിയിരുത്തുകയും ചെയ്തു. ആ സർപ്പങ്ങൾ വസിക്കുന്ന സ്ഥലം സർപ്പക്കാവാക്കി നിശ്ചയിച്ച് അതിരിട്ട് തിരിക്കുകയും ശേഷം സ്ഥലത്ത് കാട് വെട്ടിത്തെളിച്ച് ഗൃഹങ്ങളുണ്ടാക്കി ജനങ്ങൾ താമസിച്ചു കൊള്ളാൻ അനുവദിക്കുകയും ചെയ്തു. ഈ സർപ്പങ്ങൾക്ക് പതിവായി പൂജ നടത്തുന്നതിനും ഈ കാവ് ആരും വെട്ടിക്കളയാതെ സൂക്ഷിക്കുന്നതിനും മറ്റുമായി കാവിൻ്റെ അടുത്തു തന്നെ ഒരു ഗൃഹം പണിയിച്ച് ഒരു ബ്രാഹ്മണ കുടുംബക്കാരെ അവിടെ താമസിപ്പിച്ചു. ഈ കാവ് സംബന്ധിച്ച് സർവ അധികാരങ്ങളും അവകാശങ്ങളും ഈ കുടുംബക്കാർക്കായി കൊടുക്കുകയും ചെയ്തു. അവർ അക്കാലം മുതൽ സർപ്പങ്ങളെ തങ്ങളുടെ പരദേവതമാരാക്കി വെച്ച് പൂജിക്കുകയും സേവിക്കുകയും ചെയ്തു തുടങ്ങി. ആ ഇല്ലക്കാരെയാണ് ഇപ്പോൾ നമ്മൾ മണ്ണാർശാല നമ്പ്യാതിരിമാർ എന്ന് പറഞ്ഞു വരുന്നത്. കേരളത്തിൽ സർപ്പങ്ങൾ നിമിത്തമുണ്ടായിരുന്ന ഉപദ്രവങ്ങൾ തീർക്കുകയും ജനങ്ങൾക്ക് സുഖമായി താമസിക്കുന്നതിനു വേണ്ട സകല സൗകര്യങ്ങളും ഉണ്ടാക്കിക്കൊടുക്കുകയും ചെയ്തതിനു ശേഷം പരശുരാമൻ തപസ്സിനായി പോയി. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽപ്പെട്ട മിക്ക ഭാഗവും പണ്ട് വലിയ വനമായിരുന്നു. ആ വനത്തെയാണ് ഗാണ്ഡവ വനമെന്ന് പറഞ്ഞിരുന്നത്. ഗാണ്ഡവ വനം ചുട്ടു ദഹിപ്പിച്ചത് അർജുനനാണ്. അതിനാൽ ആ പ്രദേശത്തെ ചുട്ടനാട് എന്ന് വിളിച്ചു. പിന്നീട് കാലക്രമേണ ആ പ്രദേശം കുട്ടനാട് എന്ന് അറിയപ്പെട്ടു. ഗാണ്ഡവ വനത്തിന് പിടിച്ച തീയ് അവിടെ നിന്ന് കിഴക്കോട്ട് പടർന്നു പിടിച്ച് പരശുരാമൻ പ്രതിഷ്ഠിച്ച സർപ്പങ്ങളുടെ വാസസ്ഥലമായ കാവ് വരെ എത്തി. ആ കാവിൻ്റെ രക്ഷയ്ക്കായി അവിടെ പരശുരാമൻ സ്ഥാപിച്ച ഇല്ലത്തുണ്ടായിരുന്ന അമ്മമാർ അതുകണ്ട് കാവിന് അഗ്നിബാധയുണ്ടാകാതിരിക്കാൻ തൊട്ടടുത്തുള്ള കുളത്തിൽ നിന്ന് വെള്ളം കോരിയൊഴിച്ചുകൊണ്ടിരുന്നു. അതിനാൽ ആ കാവ് നശിച്ചില്ല. എങ്കിലും അഗ്നിജ്വാല തട്ടി മണ്ണിന് ചൂട് പിടിക്കുകയും ചൂട് ദുസ്സഹമായി തീരുകയാൽ സർപ്പങ്ങൾ വളരെ കഷ്ടപ്പെടുകയും ചെയ്തു. അഗ്നി ശമിച്ചിട്ടും മണ്ണിൻ്റെ ചൂടാറുന്നത് വരെ ആ അമ്മമാർ വെള്ളം കോരിയൊഴിച്ചു കൊണ്ടേയിരുന്നു. മണ്ണിൻ്റെ ചൂടാറിയപ്പോൾ ഇപ്പോൾ മണ്ണാറി. അതിനാൽ ഈ സ്ഥലത്തിൻ്റെ പേര് മേലാൽ മണ്ണാറുശാല എന്നായിരിക്കട്ടെ എന്ന് ആരോ വിളിച്ചു പറഞ്ഞത് എല്ലാവരും കേട്ടു. അത് പറഞ്ഞത് ആരാണെന്ന് ആർക്കും അറിയില്ലെങ്കിലും എല്ലാവരും അത് വാസുകിയുടെ അരുളപ്പാടാണെന്ന് വിശ്വസിക്കുന്നു. അതിനാൽ അക്കാലം മുതൽ ഈ സ്ഥലത്തെ മണ്ണാറുശാല എന്ന് പറഞ്ഞിരുന്നു. കാലക്രമേണ അതെല്ലാവരും പറഞ്ഞ് മണ്ണാറശാലയായി തീർന്നു. ഈ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് വളരെ അടുത്താണ്. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം
ഇല്ലത്ത് ഒരമ്മയ്ക്ക് പുരുഷ സന്താനമുണ്ടാകാതെ വന്നു. ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് ആ അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ അമ്മ കുടുംബപരദേവതയായ സർപ്പങ്ങളെ ഭക്തിപൂർവം ഭജിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ അമ്മ ഗർഭം ധരിക്കുകയും യഥാകാലം 2 ആൺകുട്ടികളെ ഒരുമിച്ച് പ്രസവിക്കുകയും ചെയ്തു. പക്ഷേ അതിലൊന്നു മാത്രമേ മനുഷ്യക്കുട്ടി ആയിരുന്നുള്ളൂ, മറ്റേത് ഒരു സർപ്പക്കുഞ്ഞായിരുന്നു. ആ സർപ്പശിശു പെട്ടെന്ന് തന്നെ വളർന്ന് സംസാരിച്ചു തുടങ്ങി. അത് അതിൻ്റെ മാതാവിനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മാതാവേ, സർപ്പങ്ങൾക്കെല്ലാം ഈ കുടുംബക്കാരോട് പ്രത്യേക വാത്സല്യവും സന്തോഷവും സ്നേഹവും ഉണ്ട്. എന്നാൽ ഇവിടെയുള്ള സ്ത്രീജനങ്ങളോടാണ് ഞങ്ങൾക്ക് അധികം സന്തോഷം. ഇവിടെയുള്ള സർപ്പങ്ങളെല്ലാം അഗ്നിബാധയിൽപ്പെട്ടതാണല്ലോ. ആ സമയത്ത് ഞങ്ങളെ രക്ഷിച്ചത് ഈ കുടുംബത്തിലുള്ള സ്ത്രീകളാണ്. പ്രാണരക്ഷ ചെയ്തവരോടുണ്ടാകുന്ന കൃതജ്ഞതയും സന്തോഷവും എത്രമാത്രമായിരിക്കുമെന്ന് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. അതിനാൽ ഇവിടെ സർപ്പങ്ങളുടെ പൂജയും മറ്റും അമ്മമാരിൽ അന്നന്ന് മൂത്തയാൾ നടത്തണം. അങ്ങനെയാകുന്നതാണ് സർപ്പങ്ങൾക്ക് അധികം സന്തോഷം. എന്നാൽ മൂപ്പ് സിദ്ധിച്ചു പൂജ നടത്താൻ അർഹയായിരിക്കുന്ന അമ്മമാർ ഭർതൃമതികളാണെങ്കിലും അവർ മൂപ്പ് സിദ്ധിക്കുന്ന ദിവസം മുതൽ ബ്രഹ്മചര്യാവ്രതത്തോടു കൂടി ഇരിക്കുകയും വേണം. സർപ്പങ്ങളുടെ പൂജയും മറ്റും ഇപ്പോൾ നടത്തിവരുന്ന രീതിക്ക് സ്വല്പം ചില വ്യത്യാസങ്ങൾ വരുത്താനുണ്ട്. അവയെല്ലാം ഞാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു തരാം. ഇവിടെയുള്ള അമ്മമാരിൽ ഇപ്പോൾ മൂപ്പ് എൻ്റെ അമ്മയ്ക്കാണല്ലോ. അമ്മയുടെ പ്രസവവും മറ്റു ചികിത്സകളുമെല്ലാം കഴിയുമ്പോൾ ശരീരം ശുദ്ധമാവുകയും പിന്നെ അമ്മ തന്നെ സർപ്പങ്ങളുടെ പൂജയും മറ്റും നടത്തി തുടങ്ങണം. അമ്മയ്ക്ക് പൂജയും മറ്റും നടത്താൻ വയ്യാതാകുന്ന കാലത്ത് അടുത്ത മൂപ്പ് സ്ഥാനം ആർക്കാണെന്ന് വെച്ചാൽ അവർക്ക് ഞാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു തന്ന കാര്യങ്ങളെല്ലാം അമ്മ ഉപദേശിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ തലമുറകൾ തോറും ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ കുടുംബത്തിൽ ജനിച്ച ഞാൻ ഈ സ്ഥലം വിട്ട് കാവിലും മറ്റും പോയിരിക്കുന്നില്ല. ഈ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ആരും എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ആരും കയറി വരികയുമരുത് എന്ന് പറഞ്ഞ് ആ സർപ്പബാലൻ പൂജാക്രമങ്ങളും മന്ത്രങ്ങളുമെല്ലാം തൻ്റെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തിട്ട് ഇല്ലത്തിൻ്റെ നിലവറയിൽ കയറി ഇരിപ്പായി. ആ സർപ്പബാലൻ്റെ ഉപദേശപ്രകാരമുള്ള മന്ത്രതന്ത്രങ്ങളോടുകൂടി അക്കാലം മുതൽ അവിടെ അന്നന്ന് മൂപ്പായിട്ടുള്ള അമ്മമാർ സർപ്പങ്ങളുടെ പൂജകളും മറ്റും നടത്തി വരികയും അവർ ബ്രഹ്മചര്യവ്രതത്തോടുകൂടി ഇരിക്കുകയും ചെയ്തു തുടങ്ങി. അതിന് ഇപ്പോഴും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. സർപ്പബാലൻ കയറിയിരുന്ന നിലവറയ്ക്കകത്ത് അതിൽ പിന്നെ മനുഷ്യരാരും കടന്നു ചെന്നിട്ടില്ല. നിലവറയുടെ വാതിൽ അത്യാവശ്യപ്പെട്ട ചില പൂജാകർമ്മങ്ങൾക്ക് മാത്രമേ തുറക്കാറുള്ളൂ. എല്ലായ്പ്പോഴും അടച്ചിട്ടേക്കുകയാണ് പതിവ്. ഇപ്പോൾ വാതിൽ തുറന്നു നോക്കിയാൽ അവിടെ പുറ്റുകളും മറ്റും മാത്രമാണ് കാണുന്നത്. ഇല്ലത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പുതുക്കി പണിഞ്ഞാലും നിലവറയിൽ ഒന്നും ചെയ്യാറില്ല. സർപ്പശിശുവിനോട് കൂടി ജനിച്ച ബാലൻ പുരുഷപ്രായമായതിനു ശേഷം നാഗരാജാവിനും നാഗയക്ഷിയമ്മയ്ക്കും പ്രത്യേകം അമ്പലങ്ങൾ പണി കഴിപ്പിച്ച് കലശം മുതലായ കാര്യങ്ങൾ ചെയ്യിച്ചു. ആ അമ്പലത്തിനാണ് മണ്ണാർശാല ക്ഷേത്രമെന്ന് പറഞ്ഞു വരുന്നത്. ആ അമ്പലവും ചില കാലങ്ങളിൽ ജീർണോദ്ധാരണം ചെയ്യിക്കുക ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ബിംബങ്ങൾ ഇളക്കി പ്രതിഷ്ഠിക്കുക ചെയ്യാറില്ല. മണ്ണാർശാല ഇല്ലത്തു നിന്നും പണ്ടൊരിക്കൽ ഒരു കന്യകയെ കായംകുളത്തിന് സമീപം വെട്ടിക്കോട് ദേശത്തുള്ള മേപ്പള്ളി നമ്പ്യാതിരിയുടെ ഇല്ലത്തേക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ആ കന്യകയ്ക്ക് സ്ത്രീധനമായി കൊടുത്തത് ഇല്ലത്തെ ഒരു സർപ്പത്തിനെ ആയിരുന്നു. സർപ്പത്തെ ഒരു ഓലക്കുടയുടെ മുളങ്കാലിനകത്ത് കയറ്റിയാണത്രേ കൊടുത്തത്. വധുവിനായി കൊടുത്തതിനെ വരൻ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു കൊണ്ടുപോയി. മേപ്പള്ളി ഇല്ലത്തു ചെന്നപ്പോൾ ആ സർപ്പം അവിടുത്തെ നിലവറയിൽ കയറിയിരിപ്പായി. എന്നു മാത്രമല്ല, ആ സ്ഥലത്തും മണ്ണാർശാലയിലെ പോലെ കാവും കുളവുമെല്ലാം ഉണ്ടാക്കി സർപ്പപ്രതിഷ്ഠകൾ നടത്തണമെന്ന് നിർബന്ധപൂർവം ആ സർപ്പം ആവശ്യപ്പെടുകയും ചെയ്തു.
അതിനാൽ ആ ഇല്ലക്കാർ അപ്രകാരമെല്ലാം ചെയ്തു. അതിനാൽ മേപ്പള്ളി മണ്ണാർശാലയുടെ ഒരു പ്രതിബിംബം പോലെ ആയിത്തീർന്നു. 100 പാലും കൊടുക്കുക, സർപ്പബലി, സർപ്പപ്പാട്ട് മുതലായവ നടത്തുക എന്നിവയൊന്നും ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായി ചെയ്യാറില്ല. 2 സ്ഥലത്തും അത് ചെയ്യാറുണ്ട്. സർപ്പങ്ങൾക്ക് 100 പാലും കൊടുക്കുന്നതിന് പാത്രങ്ങളിൽ 100 പാലും, അതായത് അരിപ്പൊടിയും മഞ്ഞപ്പൊടിയും മറ്റും പാലിലൊക്കെ കലക്കി വെച്ചിട്ട് പൂജിച്ചിട്ട് തർപ്പിക്കുകയും തർപ്പിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങൾ കമഴ്ത്താറുമാണ് പതിവ്. എന്നാൽ മണ്ണാർശാലയിൽ നിലവറയിലെ സർപ്പങ്ങൾക്ക് 100 പാലും കൊടുക്കുമ്പോൾ തർപ്പിക്കുകയും പാത്രങ്ങൾ കമഴ്ത്തുകയും പതിവില്ല. പൂജ കഴിഞ്ഞാൽ വാതിലടച്ച് എല്ലാവരും പോരും. പിറ്റേ ദിവസം വാതിൽ തുറന്നു നോക്കുമ്പോൾ പാത്രങ്ങളിൽ യാതൊന്നും കാണാറില്ല. ഇത് ഇപ്പോഴും കണ്ടുവരുന്ന ഒരു മഹാ അത്ഭുതമാണ്. ആ നിലവറയിൽ ആദ്യം ഒരു സർപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അവിടെ ഇപ്പോൾ ധാരാളം പുറ്റുകൾ കാണാറുണ്ട്. മണ്ണാർശാല ഇല്ലത്തുള്ളവരെ സർപ്പങ്ങൾ കാരണം കൂടാതെ ദംശിക്കാറില്ല. അഥവാ ദംശിച്ചാലും അവരിൽ വിഷം വ്യാപിക്കുകയോ അതിനെന്തെങ്കിലും പ്രതിവിധി അവർ ചെയ്യുകയോ പതിവില്ല. ചില കാരണങ്ങളാൽ അവിടെയുള്ളവരെ ചിലപ്പോൾ സർപ്പങ്ങൾ ദംശിക്കാറുണ്ട്. പക്ഷേ അവർ അതിന് യാതൊരു പ്രതിവിധിയും ചെയ്യാറില്ല. മണ്ണാർശാല ഇല്ലത്ത് പാത്രങ്ങളും ഒന്നും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറില്ല. ഓട്ടുപാത്രങ്ങളും ചെമ്പുപാത്രങ്ങളും ഒക്കെ രാത്രിയിൽ മുറ്റത്തും പറമ്പിലും ഒക്കെ കിടക്കാറുണ്ട്. എന്നാൽ ഒരു മോഷ്ടാക്കളും അതൊന്നും എടുത്തുകൊണ്ട് പോകാറില്ല. എല്ലാവർക്കും ഭയമാണ്. ആ ഇല്ലത്തെ കാവൽക്കാർ സർപ്പങ്ങളായതുകൊണ്ടാണ് അങ്ങനെ ആരും അത് മോഷ്ടിക്കാത്തത്. അതുപോലെ തന്നെ ഇല്ലത്ത് കറി വെക്കാൻ യാതൊന്നും വിലയ്ക്ക് മേടിക്കാറില്ല. ചക്ക, മാങ്ങ, വെള്ളരിക്ക, വഴുതനങ്ങ, മത്തങ്ങ തുടങ്ങിയ സാധനങ്ങളെല്ലാം വഴിപാടായിട്ട് വന്നു ചേരും. അവ ഇല്ലത്തിന് ആവശ്യങ്ങൾക്ക് മതിയായിട്ട് ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ ഇപ്പോൾ അവിടെയൊക്കെ കൂട്ടാൻ വെച്ചിട്ട് എന്നും അന്നദാനമുണ്ട്. ആ അന്നദാനത്തിനായി ഈ വക പച്ചക്കറികളൊക്കെ അവിടെ ഉപയോഗിക്കാറുമുണ്ട്. ഒരിക്കൽ അവിടെ വഴിപാട് വന്ന ഒരു മത്തങ്ങ ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോയി. അയാളുടെ വീട്ടിൽ കൊണ്ടുചെന്ന് അത് മുറിച്ചു നോക്കിയപ്പോൾ അതിൽ നിന്നും ഒരു സർപ്പം പുറത്തേക്ക് ചാടി. അത് കണ്ട് വീട്ടിലുണ്ടായിരുന്നവരെല്ലാം പേടിച്ചുപോയി. മോഷ്ടിച്ചയാൾ ദൂരെ മാറി നിന്ന് തൊഴുതുകൊണ്ട്, എൻ്റെ സർപ്പത്താനേ, എനിക്ക് ഇങ്ങനെ ഒരു മണ്ടത്തരം തോന്നി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മത്തങ്ങയും അതിന് പ്രായശ്ചിത്തമായി കുറച്ച് പണവും കൂടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ ആ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഉണ്ട്. ധാരാളം വഴിപാട് സാധനങ്ങളാണ് ചക്കയും മാങ്ങയും മറ്റുമായി അവിടെ കിട്ടുന്നത്. അത് ഇപ്പോൾ അന്നദാനത്തിനായി ഉപയോഗിക്കാറുമുണ്ട്. ഇതാണ് മണ്ണാർശാല മഹാത്മ്യം. നാളെ ആയില്യം. കഥ കേട്ട് പ്രാർത്ഥിക്കുക. നാഗദൈവങ്ങളൊക്കെ കുടുംബത്തുണ്ടെങ്കിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. സന്തതികൾക്ക് രക്ഷയാണ്, ഭൂമിക്ക് രക്ഷയാണ്. ഒരു കാര്യം ഉറപ്പാണ്, അന്നത്തിന് മുട്ടുണ്ടാകില്ല. അത് നോക്കിയില്ലെങ്കിൽ വളരെ ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഭൂമിയുടെ ഉടമസ്ഥരാണ്. അതുകൊണ്ട് നമുക്കെല്ലാ ഐശ്വര്യങ്ങളും പരദേവതകൾ നമുക്ക് തരും. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിലൊക്കെ അല്ലെങ്കിൽ കുടുംബത്ത് നാഗങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റുമ്പോഴൊക്കെ അവിടെ പോവുകയോ വിളക്ക് കത്തിക്കുകയോ നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്യുകയോ ചെയ്യണം. ഇനി കുടുംബം ഇച്ചിരി ദൂരെയാണ്, നമുക്ക് പോകാൻ പറ്റുന്നില്ല, എപ്പോഴും പോകാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെങ്കിലും നമ്മുടെ കുടുംബദേവതകളെ വിചാരിച്ച് അവിടെയെങ്കിലും വഴിപാടുകൾ കൊടുത്ത് പ്രാർത്ഥിക്കണം. ഭൂമിയുടെ അവകാശികളാണ്. ഒരുപാട് ഐശ്വര്യങ്ങൾ മാത്രമേ അവർ നമുക്ക് തരികയുള്ളൂ. സ്നേഹത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരെ പിണക്കരുത്. ഇതൊക്കെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.